പിരിവിന് നിരോധനമുള്ള പമ്പയിൽ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ആവശ്യപ്പെട്ട് ബി.ജെ.പി. നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന് ക്ലോക്ക് റൂം നടത്തിപ്പുകാരന്റെ പരാതി. പെരുന്നാട് പഞ്ചായത്ത് അംഗം അരുൺ അനിരുദ്ധൻ, ബി.ജെ.പി. റാന്നി നിയോജകമണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പരാതി. ആരോപണം നേതാക്കൾ നിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് അച്ചടിച്ച രസീത് ബുക്കുമായി ബി.ജെ.പിക്കാർ ഇപ്പോഴും പിരിവ് നടത്തുകയാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ക്ലോക്ക് റൂം കരാറുകാരൻ അമിതമായി പണം ഈടാക്കുന്നുവെന്നാരോപിച്ച് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ടോടെ ബഹളം വച്ചിരുന്നു. ഇവരെ ബി.ജെ.പി. നേതാക്കളായ അരുൺ അനിരുദ്ധനും സന്തോഷ് കുമാറും പറഞ്ഞുവിട്ടതാണെന്നാണ് കരാറുകാരൻ സുനിൽകുമാറിന്റെ ആരോപണം. ബി.ജെ.പി. പ്രവർത്തകരായ റാന്നി സ്വദേശി സന്തോഷും പെരുന്നാട് സ്വദേശി അരുൺ അനിരുദ്ധനും ഇന്നലെ ഉച്ചയോടുകൂടി പമ്പയിലെ ക്ലോക്ക് റൂമിലെത്തി ഈ തുക ഞങ്ങൾക്ക് നൽകിയേ പറ്റൂ, ഈ തുക നൽകിയില്ലെങ്കിൽ 10,000 രൂപയെങ്കിലും നൽകണം, അല്ലാത്ത പക്ഷം ക്ലോക്ക് റൂമിൻ്റെ പ്രവർത്തനം മുന്നോട്ട് ഞങ്ങൾ നടത്തിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ക്ലോക്ക് റൂമിൽ ബാഗ് എടുക്കാൻ വന്ന അയ്യപ്പ ഭക്തരെ തടസ്സപ്പെടുത്തുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. പമ്പയിലെത്തിയ ബി.ജെ.പി. നേതാക്കൾ പിരിവിന് ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും സുനിൽകുമാർ പുറത്തുവിട്ടു. എന്നാൽ ആരോപണം ബി.ജെ.പി. നേതാക്കൾ നിഷേധിച്ചു. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു ഇതായിട്ടാണ്. നമ്മളൊരു കാര്യം പറയാം, ശബരിമലയുമായിട്ടോ പമ്പയുമായിട്ടോ വിട്ടോ പമ്പയിലോ സ്വാമിമാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി നമ്മളത് അവർക്ക് വേണ്ടിയുള്ള നടപടികളുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. പിരിവിന് നിരോധനമുള്ള പമ്പയിൽ സംഭാവന ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ക്ലോക്ക് റൂം കരാറുകാരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് അടിച്ച രസീത് ബുക്കുമായി ബി.ജെ.പി. നേതാക്കൾ ഇപ്പോഴും പിരിവ് നടത്തുകയാണെന്ന് ഡിവൈഎഫ്ഐയും ആരോപിച്ചു. 24 പത്തനംതിട്ട.